ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ പ്രത്യേകിച്ച് സൈഡ് ഡിഷൊന്നും ഇല്ല വെച്ചാൽ വീട്ടിലെ മുരിങ്ങ മരത്തിൻ്റെ മേലത്തെ ഇല പറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കുത്തിക്കാച്ച് ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാന ഹോബി. അപ്പോൾ ഞാനത് പറിച്ചെടുക്കാൻ പോയപ്പോഴാണ് മോളുടെ ഫോട്ടോസ് എടുക്കണം എന്ന് പറഞ്ഞത്. പുള്ളിക്കാരിയുടെ മുടിയൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് സുന്ദരിക്കുട്ടി ആയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഫോട്ടോ എടുത്ത് തരുമെന്ന് ചോദിച്ചു. അപ്പോൾ അവളുടെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ മുരിങ്ങയുടെ ഇല പറിച്ചിടാനായിട്ട് തുടങ്ങിയിട്ടാ. സത്യം പറഞ്ഞാൽ എൻ്റെയൊക്കെ ചെറുതിലുണ്ടല്ലോ മുരിങ്ങയുടെ ഇല വെച്ചിട്ടുള്ള ഒരു ഐറ്റംസ് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. കാരണം ഇത് നുള്ളി കൊടുക്കേണ്ട ചുമതല നമുക്കായിരിക്കും. രാവിലെ ഇരുന്ന് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ചോറുണ്ണേണ്ട സമയമാകുമ്പോഴേ ഇത് നുള്ളി തീർന്നിട്ടുണ്ടായിരിക്കില്ല. ഇപ്പം പിന്നെ എന്ത് ചെയ്യും, ഞാനൊക്കെ നുള്ളി എടുക്കുന്ന സമയത്ത് അതിൻ്റെ കൊമ്പും കോലൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ തന്നെയാണ് നുള്ളി എടുക്കാറ്. അപ്പോൾ ഏകദേശം നമ്മുടെ മുരിങ്ങയുടെ ഇലയെല്ലാം ഇവിടെ നുള്ളി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി എടുത്തിട്ട് അടുപ്പത്ത് വെച്ചു. എന്നിട്ട് സവാളയും പച്ചമുളകെല്ലാം കൊത്തി അരിഞ്ഞ് അതിലിട്ട് കൊടുത്തു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മുരിങ്ങയില ഇവിടെ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് മുരിങ്ങയില ഇട്ടിട്ട് പാകത്തിന് ഉപ്പിടണം കേട്ടോ. ഞാനത് കാണിക്കാൻ മറന്നു. ഇനി നമുക്കിതിലേക്ക് എന്ത് ചെയ്യാം, ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കാം. ഇവിടെ ഒരു മുട്ടയിടാനുള്ള മുരിങ്ങയില പോലും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് എന്താ പണി, ഇതിൻ്റെ മേലത്തെ ഇവിടുത്തെ മുരിങ്ങ മരത്തിൻ്റെ മേലെ കയറി മുരിങ്ങയില പറിച്ചെടുത്ത് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കലാണ് പണി. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം. മുരിങ്ങയുടെ ഇല നുള്ളിയെടുക്കുക എന്നുള്ള ഒറ്റ വലിയ ടാസ്ക് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ വളരെ ഈസിയാണ്, ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ടാറ്റാ.